ഹലോ. അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടിയിലോട്ട് പോയാലോ? അപ്പോൾ ഇന്ന് ഈ സോയ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതിയേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ ഈ സോയ ആ, തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ച് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വലുതും ചെറുതും കൂടി മിക്സഡ് ആട്ടോ. അപ്പോൾ ഞാൻ വലുത് കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടേ. ഇനി നമ്മൾ ഒരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലോട്ട് നമ്മൾ ഹോൾ സ്പൈസസ് ഇല്ലേ, അതെല്ലാം ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വളരെ തിന്നായിട്ട് അരിഞ്ഞ സവോള, അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ശരിയായി കിട്ടും. അപ്പോൾ സവോള ഇട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ആ സവോള ഒന്ന് തളർന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അതും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിട്ട് നന്നായിട്ട് അതിനൊരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തു. ഇനി അതിന് ശേഷം ഞാൻ ഒരു തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ തക്കാളിക്ക് വളരെ കളർ കുറവാട്ടോ. നല്ല കളറുള്ള എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കൂ കേട്ടോ. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വേണ്ട മസാലകൾ ഇടാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ മല്ലിപ്പൊടിയിൽ വളരെ കുറച്ച് മല്ലിപ്പൊടി മതി കേട്ടോ. മല്ലിപ്പൊടിയും ജസ്റ്റ് ഒന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. ഞാൻ കാശ്മീരി മുളക് പൊടിയാട്ട് വരുന്നത്. അതാകുമ്പോൾ നല്ല കളറും കിട്ടുമല്ലോ. എൻ്റെ തക്കാളിക്ക് കളറില്ലായിരുന്നല്ലോ. അപ്പോൾ അതാ കാശ്മീരി മുളക് പൊടി ഇട്ടു. പിന്നെ കുറച്ച് തൈരും കൂടി ഒഴിച്ചു. തൈര് പുളിയില്ലാത്തതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ തൈരും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കതിൽ എണ്ണമയം കാണാം. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ എന്താ പറയുക, നമ്മുടെ ഈ സോയ ഉണ്ടല്ലോ, അത് ഒന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ സോയയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലോട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടി, കുറച്ച് എരിവിന് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ കൺസിസ്റ്റൻസിയിൽ എടുക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ രീതി. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മളെ കറി റെഡി ആയി. ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയാട്ടോ.